സലാം ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും എല്ലാവരോടും കൂടി ആയിട്ടാണ് ഞങ്ങളുടെ കമ്മിയായി കണ്ടിരിക്കുന്നത്. പക്ഷെ അവര് പിന്നെ പറഞ്ഞ കീമോ ചെയ്യണ്ട, നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യണ്ട, പിന്നെ കരിച്ച് കളയണ്ട, നമുക്ക് ആ പോസ്റ്റേജ് ഒന്ന് എടുത്ത് കളയണം, ചില ഭാഗങ്ങളിലുണ്ട് അതാരോടൊപ്പം വ്യാപിച്ചിട്ടില്ല, അതാണ് പറഞ്ഞത്. അപ്പൊ എടുത്ത് കളയാണ് അവര് പറഞ്ഞത്. അപ്പൊ എടുത്ത് കളയാം. പിന്നെ ഞാന് വെള്ളിയാഴ്ച പിന്നെ ശനിയാഴ്ച ദുബായിക്ക് ഒന്ന് പോവാണ്. അതിലിടക്കൊന്ന് ഒരു ദിവസം വരണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഈ കേട്ടതേ ഒരാൾ യൂറിനിൽ ഒരു ഭയാനകരമായുള്ള പ്രോബ്ലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 6 പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ രാത്രിയിൽ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷം അദ്ദേഹം ഡിസ്റ്റൻസ് ഹീലിംഗ് സ്വീകരിച്ച ആളാണ്. അപ്പോൾ ഒരു ദിവസം ഡിസ്റ്റൻസ് ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ അദ്ദേഹത്തിന് ഒരുപാട് ബ്ലഡ് പുറത്തു പോയതായിട്ട് കണ്ടു, അനുഭവപ്പെട്ടു. അദ്ദേഹം അത് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് റിസൾട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇതിൽ കാണുന്നുണ്ടോ അദ്ദേഹം അയച്ചു തന്ന റിസൾട്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഞാൻ റിപ്ലൈ ചെയ്തതാണ് ഈ കേൾക്കുന്നത്. നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. എല്ലാ വേഗങ്ങളും ഇപ്പോൾ സുരക്ഷിതമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റിൽ ചെറിയൊരു തടിപ്പും കാര്യങ്ങളുണ്ട്, അവിടെ മാത്രമേ അതുള്ളൂ. സാധാരണയായിട്ട് ഇന്നത്തെ കേസുകൾ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും, അതൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ റബ്ബിനാണ് ചോദിച്ചാൽ പറയാം. ഓക്കെ, അപ്പൊ ഇതിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അവര് പിന്നെ പറഞ്ഞ കീമോ ചെയ്യണ്ട, നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യണ്ട, പിന്നെ കരിച്ച് കളയണ്ട, നമുക്ക് ആ പോസ്റ്റേജ് ഒന്ന് എടുത്ത് കളയണം, ചില ഭാഗങ്ങളിലുണ്ട് അതാരോടൊപ്പം വ്യാപിച്ചിട്ടില്ല, അതാണ് പറഞ്ഞത്. അപ്പൊ എടുത്ത് കളയാണ് പറഞ്ഞില്ലേ. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശക്തമായ വേദനകളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ മാറ്റം വന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ആ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം രാത്രിയിൽ എന്നെ വിളിച്ചു. ഏകദേശം ഒരു 9:18 രാത്രിയിൽ 9:18 അത് ഉണ്ടായത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ വീഡിയോ കോൾ എന്ന് കാണുന്നുണ്ടോ? വീഡിയോ കോൾ 9:18 കാണുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം എന്നോട് വീഡിയോ കോളിൽ പറഞ്ഞു, ഓപ്പറേഷനും ഇതൊക്കെ കഴിഞ്ഞു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ തീരെ പറ്റുന്നില്ല, കണ്ണടക്കാനേ പറ്റുന്നില്ല. അത് നേരെ ഡയറക്റ്റ് വീഡിയോ കോളിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്കൊന്ന് ഉറങ്ങണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ തരാം, നിങ്ങൾ കണ്ണടച്ച് കിടന്നോളൂ, ഉറങ്ങിക്കോളും എന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്ത് അതിനുശേഷം ഞാൻ കോൾ കട്ട് ചെയ്ത് ഹീലിംഗ് കൊടുത്തു ഓൺലൈനായിട്ട്. അതിനുശേഷം എന്ത് ചെയ്ത് അദ്ദേഹം പിന്നെ റിപ്ലൈ ഒന്നും കണ്ടില്ല. അപ്പോൾ രാവിലെ ഞാൻ ഒരു 9:12 ആയപ്പം ഞാൻ അദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ചു, എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കേൾക്കുന്നത്. എന്താണ് അവസ്ഥ? എന്നാലും പറഞ്ഞ് അതൊക്കെ നല്ല അവസ്ഥ ഇല്ല. അങ്ങനെ വേദനയും കാര്യം 5 കോഴ്സാണ് ഇട്ടിട്ടുണ്ട്, 7 മണിക്കൂർ ചെയ്തിട്ടുണ്ട്. അതെന്തില്ല കശിഫ കിട്ടേണ്ടത് വീട്ടിലുള്ളവർക്ക് നിങ്ങളായിരുന്നു വാണപ്പുറമ്പ് കിട്ടാം. പിന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഉറക്കമില്ലാതെ വേദനകൾ സഹിച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എന്താ പറയുക, അത്രയും സഹനശക്തിയോട് കൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒന്ന് മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കാനോ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ പേടിയില്ലാതൊരു ഭക്ഷണം കഴിക്കാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പരമ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒട്ടനവധി ആളുകൾ നമ്മുടെ അടുത്തു നിന്നും എക്സ്പീരിയൻസ് ആയിട്ട് എനിക്കൊരുപാട് ആളുകളുടെ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ട്. നിങ്ങൾക്ക് വേണ്ടത് സ്വസ്ഥതയുള്ളൊരു മനസ്സാണ്.
നിങ്ങൾക്ക് വേണ്ടത് ശരിക്കൊരു സപ്പോർട്ടാണ്. നിങ്ങളുടെ എനർജി എവിടെയാണ് ബ്ലോക്ക് ആയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുമായി എനിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഏകദേശ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കാരണത്തിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് ആ സമയത്ത് എന്നെ വിളിക്കണമെന്ന് തോന്നുന്നത് ഇതിനു മുമ്പ് ഉണ്ടായ ഒരു അനുഭവം കൊണ്ടാണ്. അദ്ദേഹം മുമ്പ് നമ്മുടെ അടുത്ത് ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം, ഒരു ഡിസ്റ്റൻസ് ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് സംസാരിച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എനിക്ക് എഴുതിയത് ഫുള്ള് മനസ്സിലായി. എന്താണ് പിന്നെ മനസ്സിലായി 6 പ്രാവശ്യം മൂത്രയിക്കണ്ടായിരുന്നു അല്ലേ? ആക്ച്വലി മൂത്രയിക്കാനുമ്പോ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? അല്ല രാത്രി 6 പ്രാവശ്യം പിന്നെ ഉറങ്ങാനും പറ്റില്ല. നമ്മൾ അനുഭവിക്കുന്നതാണ് സത്യം. നമ്മൾ അനുഭവിക്കുന്നതാണ് സത്യം. ഇപ്പൊ നിങ്ങള് എത്ര സിറ്റിംഗ് ആണ് ഇവിടെ വന്നത്? 5. ആയിക്കോട്ടെ. ആ 4 നിങ്ങൾക്ക് പിന്നെ ഇത്രയും കാലം കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ കിട്ടി തോന്നുന്നുണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മൾ ഫിസിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു എനർജി ഹീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആശ്വാസവും നിങ്ങൾ ഡോക്ടറെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് ഒഴിവാക്കേണ്ട ഇത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ ഒക്കെ നമുക്ക് ശാരീരികമായും മാനസികമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ റിയലൈസ് ചെയ്യാനും ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള യഥാർത്ഥ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയസ്സായ ഉമ്മമാർ, ഉപ്പമാർ. അത് കാരണത്തിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായിട്ടുണ്ടാവും. ഇന്ന് പല മാതാപിതാക്കളും പറയുന്നു, ഞാൻ ഇത്ര വർഷമായി, 20 വർഷമായി, അല്ലെങ്കിൽ 30 വർഷമായി, 40 വർഷമായി, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ മകൻ, അതുമല്ലെങ്കിൽ എൻ്റെ മരുമകൻ, ഇവരൊക്കെയാണ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു വേദനയും കൂടിയും അവർക്കുണ്ട്. യഥാർത്ഥത്തിൽ അവരെ റൂട്ട് കോസ് കണ്ടെത്താത്തത് കൊണ്ടാണ് അവർക്ക് എപ്പോഴും ഈ മരുന്നുമായിട്ട് മല്ലടിച്ച് ജീവിക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ആനന്ദത്തിലും അവർക്ക് പങ്കുചേരാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെയുള്ള ആളുകൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ മരുന്നുകളെ കഴിക്കണം, നിർത്തണം എന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളൊരു സപ്പോർട്ട് എന്ന നിലയിൽ പല മെത്തേഡുകളും ഇന്ന് ഈ ലോകത്തുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി അവരുടെ റൂട്ട് കോസ് മനസ്സിലാക്കി അവരുടെ എനർജി ലെവൽ ഒന്ന് കറക്റ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അവയവങ്ങളിലേക്കും ഓരോ എനർജി പാത്വേകളുണ്ടെന്നും ആ പാത്വേകളിൽ വരുന്ന വ്യതിയാനമാണ് ശരിക്കും രോഗമെന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കണ്ടെത്താനുള്ള ഒരുപാട് മെത്തേഡുകൾ ഇവിടെയുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന, നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ എനർജി ലെവൽ മാറുന്നത് കാണാം. അവരുടെ സന്തോഷത്തിന് ഏതുകമാകുന്ന ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കാരണം നിങ്ങളുടെ സന്തോഷമാണ് അവരുടെയും സന്തോഷം, അവരുടെ സന്തോഷമാണ് നിങ്ങളുടെയും സന്തോഷം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും നിങ്ങൾ നടത്തുമ്പോൾ
അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു അന്വേഷണവും നിങ്ങൾ നിർത്താതിരിക്കുക. തീർച്ചയായിട്ടും ഈ ലോകത്ത് അതിന് സൊല്യൂഷനുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പോൾ ഇത്തരം മൈൻഡ് ആൻഡ് ബോഡി ബാലൻസ് വീഡിയോകൾക്കായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.